കേരളത്തിൽ ഇപ്പോൾ വ്യാപകമായിട്ട് ലഹരി വേട്ടകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പോലീസിൻ്റെ എക്സൈസിൻ്റെ ഒക്കെ നേതൃത്വത്തിൽ അതിനൊരു പേരും കൂടെ കൊടുത്തിട്ടുണ്ട്, തൂഫാൻ. അതിപ്പോൾ ഒരു തരംഗം തന്നെയാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയേണ്ടി വരും. പക്ഷേ അപ്പോൾ പോലും നമ്മൾ ശ്രദ്ധിക്കാത്തതും ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. ശരിക്കും പറഞ്ഞാൽ അതൊരു വെല്ലുവിളി തന്നെയാണ്. ആഭ്യന്തരമന്ത്രിക്ക് ഒരു വെല്ലുവിളി തന്നെയാണ്. അപ്പം എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുകയാണ്. കുറേ കാലങ്ങളായിട്ട് ലഹരി മാഫിയ അതല്ലെങ്കിൽ അതുപോലുള്ള ചെറുകിട വൻകിട ലഹരി വിൽപ്പനക്കാരൊക്കെ കേരളത്തെ പിടിമുറുക്കിയ ഒരു കാലഘട്ടം തന്നെയായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ ആ ഒരു സമയത്ത് മുൻകാലങ്ങളിൽ പോലെ തന്നെ പണ്ട് മണൽ മാഫിയനെയൊക്കെ ഒതുക്കിയ പോലെ തന്നെ വീണ്ടും ആഭ്യന്തരമന്ത്രി പുതിയൊരു പേരുമായിട്ട് എത്തിയിട്ടുണ്ട്, തൂഫാൻ. കേരളത്തിൽ ഡെയിലി ഒരു 1000 കേസിന് മുകളിലെങ്കിലും വരുന്നുണ്ട്. അതുപോലെ പെരുമ്പാവൂരൊക്കെ നമുക്ക് പണ്ട് പുറത്തിറങ്ങാൻ പറ്റാത്ത സാഹചര്യത്തിൽ പോലും അങ്ങനെ ഉണ്ടായിരുന്നിടത്ത് പോലും ഇന്നത് വളരെ ശാന്തമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടാണ് ഒരു പെണ്ണുങ്ങൾ ജോലി കഴിഞ്ഞ് വീട്ടിൽ പോകുന്ന സമയത്ത് 5 പേര് ബൈക്കിന് പുറകെ വരികയും ആ പെൺകുട്ടി ടിപ്പർ ലോറിയിൽ കയറി രക്ഷപ്പെടുകയും പുറകെ 15 കിലോമീറ്ററോളം ഈ ലഹരി ഉപയോഗിച്ച ടീമുകൾ പുറകെ പോവുകയും അപ്പോൾ തന്നെ രാത്രി തന്നെ പോലീസ് പൊക്കുകയൊക്കെ ചെയ്തിട്ടുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ കണ്ടു കാണാം. അപ്പം കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും കൂടുതലായിട്ട് ആണെങ്കിൽ നമുക്ക് LDF ഭരിക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ ഫ്രീഡമായിട്ട് കുറച്ചുകൂടെ സ്പീഡായിട്ട് കാര്യങ്ങൾ പോകാൻ വേണ്ടിയിട്ട് പോലീസിന് പറ്റുന്നുണ്ട് എന്ന് തോന്നുന്നു. അതുപോലെ കുറേയൊക്കെ മാറ്റങ്ങളുണ്ടാകും. പക്ഷേ ഇതിനകത്ത് ഏറ്റവും വലിയൊരു വെല്ലുവിളി എന്ന് പറയുന്നത് പരിപൂർണമായിട്ട് തുടച്ച് നീക്കുക എന്നുള്ളത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഇവിടെ പിടിച്ചുകൊണ്ടിരിക്കുന്ന ശേഷം ഉപയോഗിക്കുന്നവരാണ്. അപ്പോൾ അവർക്കൊക്കെ ഈ ചെറിയ ഗ്രാമിൻ്റെ കണക്കെനിക്ക് അറിയത്തില്ല കേട്ടോ. ഒന്ന് അറിയുന്നവർക്ക് ആരെങ്കിലും ഉദ്യോഗസ്ഥരൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. കാരണം ചെറിയ തോതിലൊക്കെ ആണ് ഇവർ ഉപയോഗിക്കാൻ വേണ്ടി എടുക്കുന്ന ചെറിയ കണക്കിനൊക്കെ ആണെങ്കിൽ അതിനൊക്കെ ജാമ്യം കിട്ടി പുറത്തിറങ്ങും. പക്ഷേ ഇതിൻ്റെയൊക്കെ കണ്ണുകൾ കുറേ മുമ്പോട്ട് കഴിഞ്ഞ ദിവസം കാസർഗോഡ് ഒരു വ്ളോഗർ വീഡിയോ ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം വെച്ചാൽ അവിടെ നമ്മളൊക്കെ കാസർഗോഡുകാരാണെങ്കിൽ പോലും നമുക്ക് അങ്ങനെ ഒരു ബീച്ച് CV ബീച്ച് എന്നങ്ങാണ്ടൊരു ബീച്ചുണ്ട്. അങ്ങനെ ഒരു ഒരു പാർക്കാണ്, ബീച്ചല്ല പാർക്ക്. ആ പാർക്കിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ട് പോലും ഇല്ല കേട്ടോ. കേട്ടിട്ടില്ല, ആ വഴിക്ക് നമ്മൾ പോയിട്ടുമില്ല. ഞാൻ ആദ്യമായിട്ട് ആ ഒരു വീഡിയോ കാണുമ്പോഴാണ്. കാരണം അവിടെയൊക്കെ ഈ ലഹരി മാഫിയ പിടിമുറുക്കിയിരിക്കുന്ന എന്നൊക്കെ പറഞ്ഞാൽ അവിടെ നശിച്ചു പോയിരിക്കുന്ന കുട്ടികൾക്ക് കളിക്കാനുള്ള ഉപകരണം കാര്യങ്ങളൊക്കെ ആയിട്ട് കിടക്കുന്ന കാഴ്ച. അതുപോലെ കുറേ പാർക്കുകളും കാര്യങ്ങളും അതുപോലെ കുറേ സ്ഥലങ്ങളും ഒക്കെ ഇവർ കയ്യേറി വെച്ചിട്ടുണ്ട്. അതൊക്കെ തിരിച്ചു പിടിക്കാൻ വേണ്ടി പോലീസിന് മാത്രം പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം നാട്ടുകാരും കൂടെ സഹകരിക്കണം, ചെറുപ്പക്കാർ സഹകരിക്കണം, ക്ലബ്ബുകൾ സഹകരിക്കണം, സ്കൂളിലെ അധ്യാപകർ സഹകരിക്കണം, കോളേജിലെ അധ്യാപകർ സഹകരിക്കണം. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും പൊതുജനങ്ങളും കൂടി ആ ഒരു ശ്രദ്ധ കേന്ദ്രീകരിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഇത് കൃത്യമായ രീതിയിൽ നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്ന് തോന്നുന്നു. അപ്പം ഒറ്റയ്ക്കൊരു ഏറ്റവും വലിയൊരു വെല്ലുവിളി എന്ന് പറയുന്നത് ഇതൊക്കെ തുടച്ച് നീക്കാൻ പറ്റിയില്ല എങ്കിൽ എന്തായാലും ഒരു പാതി വഴിക്ക് ഇവർക്ക് നിർത്തിപ്പോവുകയാണ്, അല്ലെങ്കിൽ ഇത് പൂർത്തിയാക്കാൻ പറ്റുന്നില്ല എങ്കിൽ അത് വളരെ പ്രതിപക്ഷത്തിന് കിട്ടുന്ന ഏറ്റവും വലിയൊരു ആയുധമായിട്ട് മാറും. അത് മനസ്സിലാക്കാൻ പറ്റും എന്ന് ആഭ്യന്തരമന്ത്രിക്ക് പറ്റുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ ഉദ്യോഗസ്ഥരൊക്കെ മാക്സിമം ചെയ്യുന്ന സമയത്ത് പൊതുജനങ്ങളായിട്ടോടും കൂടെ അവരെയും കൂടെ ഒന്ന് ഉൾപ്പെടുത്തിയിട്ട് ചെയ്യുവാണെങ്കിൽ, ഇപ്പോൾ നമ്മുടെ ഒരു പ്രദേശത്തൊരു പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് സ്വീകാര്യമായിട്ട് നമുക്ക് പോലീസിനോട് പറയാൻ പറ്റണമെന്ന് വരിക. വെച്ചാൽ ഉദ്ദേശിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം പലരും എൻ്റെ അടുത്ത് പറയാം എന്ന് പറഞ്ഞ് പലരും വരുന്നുണ്ട്. കാരണം വെച്ചാൽ നമുക്കിപ്പോൾ ലഹരി മാഫിയയ്ക്ക് തന്നെ ഇപ്പം റിപ്പോർട്ട് കൊടുക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരുണ്ടാവാം, അല്ലെങ്കിൽ എക്സൈസ് ഉദ്യോഗസ്ഥരുണ്ടാകാം, എല്ലാവരെയും ഇടയ്ക്കും പറയുന്നില്ല. അത് കുറച്ച് പേരെങ്കിലും അവർക്ക് സപ്പോർട്ട് ചെയ്യുന്നവരും അവിടെ നിന്ന് കൈമുടക്ക് വാങ്ങിക്കുന്നവരും ഇപ്പോഴും സർക്കാരിൽ ഉദ്യോഗസ്ഥരിലുണ്ടാകാം. അപ്പം നമുക്കെന്ത് ധൈര്യത്തിലാണ് നമ്മൾ ഇവർക്ക് ഇൻഫർമേഷൻ കൊടുക്കുക എന്നുള്ളത് ചിന്തിക്കണം. അപ്പോൾ നമ്മൾ ഇൻഫർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇൻഫർമേഷൻ കൊടുക്കുന്നതിനൊരു പണി കിട്ടും. അത് വലിയൊരു പ്രശ്നമാണ്. അപ്പം അതൊക്കെ വെച്ച് നോക്കുമ്പം ഇതൊരു വെല്ലുവിളി തന്നെയാണത്. അപ്പോൾ കൂടുതൽ വിവരങ്ങളായിട്ട് അടുത്ത വീഡിയോ കാണാം.